മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 3 ആയത്തുകൾ ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ 2 പ്രതിഫലം, 70,000 മലക്കുകളുടെ സംരക്ഷണം. 70,000 മലക്കുകളുടെ സംരക്ഷണം. മരിച്ച ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതുകൂടെ പറഞ്ഞിട്ട് വേണം നമുക്ക് ദുആ ചെയ്ത് പിരിയാൻ. ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരട്ടെ ഉറക്കൊന്ന് പറഞ്ഞുതരട്ടെ. പറയുടെ ചങ്ങായിമാരെ പറഞ്ഞുതരട്ടെ. നിങ്ങൾ എന്തിനും കൂടെ ഉണ്ടല്ലോ. സബ് ജൂനിയർ വിഭാഗം എന്തിനുണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു മക്കളെയൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. സാധാരണ കൊച്ചുകുട്ടികളെ പറയുമ്പോൾ അവന്മാര് നമ്മളെ ശശിയാക്കല പതിവ്. കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പറയും. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വലിയ ബുദ്ധി. അപ്പൊ നബിദിനൊക്കെ കടന്നു വരുമ്പോ റബീഉൽ അവ്വൽ മാസമാണ്, മൗലിദിന്റെയൊക്കെ കാര്യങ്ങൾ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാഞ്ഞൂലുകൾ വാല് വെക്കണ പോലെ ഇങ്ങനെ കേൾക്കിയിട്ട് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലവാ. അള്ളാഹു നമ്മുടെ വളർന്നു വരുന്ന യുവ സമൂഹത്തിന് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ വലിയ ബുദ്ധിയാണ്. എന്നിട്ട് നോക്ക്, ചെറുപ്പക്കാർക്ക് ഞാൻ തന്നെ ഒരു പയ്യന്റെ മുന്നിൽ മുട്ടുമടക്കി പോയി. ഒരു ചെറുപ്പക്കാരന്റെ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ ഇന്ന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം. എന്നിട്ട് നോക്ക്, ആദം നബി അലൈഹിസ്സലാമിന്റെ വാരി ഏത് സൂറത്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ فسبح بحمد ربك واستغفره إنه كان توابا. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ജനങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാ. എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായി നബിയേ. അതുകൊണ്ട് ഇബാദത്തുകൾ അധികരിപ്പിക്കണേ, ഇസ്തിഗ്ഫാർ അധികമായിട്ട് പറയണേ. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രവാചകനോട് പറയുമ്പോ ആ സൂറത്ത് ഞാനും നിങ്ങളും ഓതുന്നവരാണ്. അതുകൊണ്ട് ഈ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോടും എനിക്ക് പറയാറുള്ളത്, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പോലും ലോകത്ത് നിന്ന് യാത്രയായെങ്കിൽ നമ്മുടെ
പോകേണ്ടവരാണല്ലോ. അതുകൊണ്ട് ഒരുങ്ങ സഹോദരാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും അവസാനം അവിടേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാ. അല്ലയാ പറഞ്ഞത്, നീ എവിടെ പോയാലും, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും ഒരു ദിവസം എന്റെ മുന്നിലേക്ക് മടങ്ങി വിടേണ്ടവനാണെന്ന് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ, ഒരു ഭീഷണിയുടെ സ്വരത്തില്, ഒരു താക്കീതിന്റെ സ്വരത്തിൽ അല്ലാഹു പറയുകയാ, എടാ നീ എന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അല്ലാഹു പറയുമ്പോ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഏത് കോലത്തിലാണെന്നറിയില്ല, ഏത് രൂപത്തിലാണെന്നറിയില്ല, എപ്പോഴെവിടെ വെച്ചാണ് മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്നതെന്നറിയില്ല. ഒന്നിനും സമയം കിട്ടൂല ഉമ്മ, ഒന്നിനും സമയം കിട്ടൂല ഉമ്മ. ഒന്ന് കരയാനൊന്ന് തൗബ ചെയ്യാ, ഒന്ന് യാത്ര പറയാനൊന്ന് പൊരുത്തം ചോദിക്കാ, ഒന്നിനും സമയം കിട്ടൂല ഉമ്മ. വിളിക്കാതെ മരണമെന്ന് പറയുന്ന അതിഥി എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. മരിക്കാൻ ക്യാൻസർ വേണ്ട, ട്യൂമർ വേണ്ട, കിഡ്നി തകരണ്ട, ഒരു പനിയോ തലവേദന പോലും വേണ്ട. നിങ്ങളെ മരിക്കാൻ ഇതൊന്നും വേണമെന്നില്ല, അതൊന്നും വേണമെന്നില്ല. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി وكم من صحيح مات من غير علة وكم من مريض عاش دهرا على دهري. കവി ചോദിക്കുകയാ, കവി എവിടെന്ന് ചോദിച്ചതുപോലെ പഠിച്ചവനെ എത്രയോ ആരോഗ്യമുള്ളവർ പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്ന മയ്യത്ത് കണ്ടതാ ഉമ്മ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്നേഹം കൊണ്ട് പറയുകയാവുന്ന നന്നാവുമ്മ. എപ്പോഴും പറയുന്ന സിറാജ് ഉസ്താദേ, മരണത്തിന്റെ പ്രസവത്തിന് വല്ലാത്ത വേദനയാ. ആ വേദന അനുഭവിച്ചവളല്ലേ ഉമ്മ. പ്രസവ വേദന മരണവേദനയാണെന്ന് നിന്റെ നാവ് കൊണ്ട് നീ പറയുമല്ലോ, അതുപോലും നിന്നെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വേദന നിനക്ക് വരാനുണ്ടല്ലോ. ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു വേദന നിനക്ക് വരാനുണ്ടല്ലോ. അതുകൊണ്ട് തയ്യാറെടുക്കും ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. മലക്കുൽ മൗത്തിനെ ചിരിക്കുന്ന മുഖത്തോട് നിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അസ്സലാമു അലൈക യാ വലിയല്ലാഹ് എന്ന് സലാം പറഞ്ഞുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചിട്ട് പടച്ചവനെ ചിരിക്കുന്ന മുഖത്തോടെ സുഗന്ധം അടിച്ചുകൊണ്ട് നിന്റെ വീടിന്റെ അകത്തേക്ക് അസ്റായിൽ കടന്നു വരുന്നത് എപ്പോഴാണെന്നറിയില്ലോ. പക്ഷേ എപ്പ കണ്ടാല് ചിരിക്കുന്ന മുഖത്തോടെ കാണണമെന്ന് ആഗ്രഹമില്ലോ. അതിനുവേണ്ടി പരിശ്രമിക്കുന്നൊരുപകാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, പാപങ്ങൾക്ക് വേണ്ടി ഒരു സദഖ ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ, ഒരു സദഖ ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണപ്പെടുന്നതിന്റെ വഫാത്തിന്റെ തലേ ദിവസമുണ്ടല്ലോ, രോഗം പിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിന്റെ അകത്ത് കിടക്കുകയാ. ഒരു റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും പുണ്യ പ്രവാചകന്റെ ജീവിതം വായിച്ചു നോക്കുന്ന ചെറുപ്പക്കാരാ, മക്കളെ, പ്രവാചകൻ ആരാണെന്ന് പഠിക്കണമടാ പൊന്നുകൂടി. ചിലര് പറയാറുണ്ട്, സാദേ ഗാന്ധിജിയുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്, ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ട്, അബ്ദുൽ കലാമിന്റെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നവരെ റസൂലുള്ളാഹിന്റെ ജീവിതമൊന്ന് വായിച്ചിട്ടുണ്ടോ? ഇന്നുവരെ പ്രവാചകന്റെ പുണ്യനബിയുടെ ജീവിത ചരിത്രം വായിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, റസൂലുള്ളാഹി പറയുകയാ, പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ച അവന്റെ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാ. ലോകത്തിന്റെ നേതാവിന്റെ ചരിത്രം വായിച്ചാൽ ആ
പുണ്യപ്രവാചകന്റെ ജീവിതം, ആ പുണ്യപ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ചു നോക്കിയാ അല്ലാഹുവിന്റെ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാ. എന്റെ പ്രിയമുള്ളവരെ, അവൻ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്, അവൻ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്, അവന് നാളെ സ്വർഗമുണ്ടെന്ന് ഹദീസ് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങളുടെ വീടിന്റെ അകത്ത് റബീഉൽ അവ്വൽ 11 വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. ആയിഷാ ബീവി കരഞ്ഞുകൊണ്ട് പറയുന്നു, അതാ തന്റെ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടുന്ന് കിട്ടിയ എണ്ണയുമായി വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കുകയാ. പറച്ചവരേ, പ്രവാചകനതാ രോഗം പിടിച്ച് കിടക്കുകയാണ്. പിറ്റേ ദിവസം റബീഉൽ അവ്വൽ 12 വിലാലിതങ്ങൾ സുബഹിന്റെ ബാങ്ക് വിളിക്കുകയാണ്. നമസ്കരിക്കാൻ സഹാബികൾ മുഴുവനും പള്ളിക്കകത്ത് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കരിക്കുമ്പോ, പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ആ തുണിയൊന്ന് മാറ്റി ആയിഷ, മറയൊന്ന് മാറ്റി ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബികളെ മുഴുവനും നോക്കുകയാണ്. ഓരോ മനുഷ്യനെയും അല്ലാഹുവിന്റെ റസൂൽ നോക്കുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീടിന്റെ അകത്ത് കിടക്കുകയാണ്. പടച്ചവനെ, പെട്ടെന്ന് പ്രവാചകന് രോഗമൊന്നു കൂടുകയാ. അല്ലാഹുവിന്റെ റസൂലിന് പെട്ടെന്ന് രോഗമൊന്നു കൂടി. അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് രോഗം കൂടുകയാണ്. റസൂലുള്ള ബോധമില്ലാതെ വീടിന്റെ അകത്ത് കിടക്കുകയാ. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുന്നുണ്ട്. തന്റെ പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിന്റെ അകത്ത് തളർന്നു കിടക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. السلام عليك يا أهل بيت النبوة افتح الباب. അവിടുന്ന് വിളിച്ചു പറയുന്ന പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതില് തുറക്കുവോ, ഒന്ന് വാതില് തുറക്കുവോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എന്റെ ഉപ്പാന് സുഖമില്ല, എന്റെ വാപ്പ രോഗം കൂടിയിട്ട് കിടക്കുകയാ, സംസാരിക്കാനും പോലും എന്റെ വാപ്പയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ. കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുന്നു, അല്ലാഹുവേ, കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും കേൾക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. പടച്ചവനെ, ആയിഷ ഫാത്തിമ ബീവി വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, പോയിട്ട് നിങ്ങൾ പിന്നെയൊന്ന് വരുവോ. അവിടുന്ന് ഫാത്തിമ ബീവി രണ്ടാമതും മറുപടി പറഞ്ഞു. പക്ഷേ കുറെ സമയം കഴിയുമ്പോ സുബ്ഹാനല്ലാഹ് മൂന്നാമതും വിളിക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. റസൂലുള്ള പറയുന്നു, മോളെ ഫാത്തിമ, വാതില് തുറക്കു ഫാത്തിമ, വാതില് തുറക്കു ഫാത്തിമ. പടച്ചവരെ, വാതില് തുറക്കുമ്പോ ആരാണ് കടന്നു വന്നതെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അവിടുന്ന് സലാം പറയുകയാ, എന്റെ അസ്റായീലേ, എന്നെ രോഗസന്ദർശനം നടത്താമെന്നതാണ് അസ്റായീൽ. നബിയേ, രോഗസന്ദർശനം നടത്താൻ അങ്ങനെ വാദം തന്നാൽ അങ്ങയുടെ റൂഹ് പിടിക്കാൻ കടന്നു വന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അവസാനം അനുവാദം കൊടുത്തു. കാലിന്റെ തള്ളവൻ നിന്ന് റൂഹ് പിടിക്കുകയാ, കാലിന്റെ തള്ളവൻ നിന്ന് റൂഹ് പിടിക്കുകയാ. അവിടെ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂല് കിടന്ന് പിടയുകയാണ്. അവിടെ പറഞ്ഞുപോയി, അസ്റായീലേ,
എന്തൊരു വേദനയാണ് ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അസ്റായീൽ. ലോകത്തിന്റെ നേതാവ് കരഞ്ഞുകൊണ്ട് പറയുമ്പോ മലക്കുൽ മൗത്ത് കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, ഇതിനെക്കാലം മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ, ഇതിനെക്കാലം മയമായി പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ, കുഞ്ഞു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ. ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല യാ റസൂലല്ലാഹ്. ഇതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. നിങ്ങളെ ആരുടെ റൂഹ് പിടിച്ചപ്പോഴെന്നറിയോ, ആരുടെ റൂഹ് പിടിച്ചതെപ്പോഴെന്നറിയോ, റബീഉൽ അവ്വൽ 11 രോഗം പിടിച്ച റസൂലുള്ള വീടിന്റെ അകത്ത് കിടക്കുമ്പോ, രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്ന പ്രവാചകന് പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് വിളിക്കുന്നു, ആയിഷ ആയിഷ ആയിഷ, ഒന്ന് പെട്ടെന്ന് ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടി വരുമ്പോ അവിടെന്ന് പറഞ്ഞു, ആയിഷ ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ ആയിഷ. ഇന്ന സ്ഥലത്ത് 6-7 ദിർഹം അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ടുവാ ആയിഷ. വീടിന്റെ അകത്ത് വെച്ചിരുന്ന ദിർഹം എടുത്തുകൊണ്ടുവന്ന പ്രവാചകന്റെ കരത്തിലേക്ക് വെച്ച് കൊടുക്കുന്നു. റസൂലുള്ള കരയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുകയാ, എന്റെ നബിയേ എന്റെ നബിയേ. ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാനിന്ന് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടൂലല്ലോ ആയിഷ. അതുകൊണ്ട് എന്റെ കണ്ണടയുന്നതിന് മുമ്പ് പാവങ്ങൾക്ക് കൊണ്ടുപോയി സദഖ കൊടുക്കുക ആയിഷ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ദിർഹവും സദഖ കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ദിർഹവും സദഖ കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഒന്നുമില്ലാത്തവനെ പോലെ ഒന്നുമില്ലാത്തവനെ പോലെ പാതിരാത്രി സുജൂദിൽ കിടന്നിട്ട് ആയിഷ ബീവിയും റസൂലുള്ളാഹിയും വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുകയാണ്. പ്രവാചകന്റെ ഒട്ടിക്കിടക്കുന്ന വയറ് കണ്ടിട്ട് ആയിഷ ബീവി ഇരുന്ന് കരയുകയാ. അവസാനം തളർന്ന് ഉറങ്ങിപ്പോയി. രാത്രി നോക്കുമ്പോ ആയിഷ ബീവി നോക്കുമ്പോ അടുത്തിരുന്ന ഭർത്താവിനെ കാണുന്നില്ല. ഞെട്ടി ഉണർന്നിട്ട് തരയുമ്പോ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ആയിഷ ബീവി അടുത്തേക്ക് ചെല്ലുമ്പോ എന്തേ പറയുന്നതെന്നറിയോ, അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. പടച്ചവനെ, ഒരു പാവപ്പെട്ടവനെ പോലെ ഈ ദുനിയാവിൽ എനിക്ക് ജീവിക്കണമല്ലോ, ഒരു പാവപ്പെട്ടവനെ പോലെ എന്നെ നീ യാത്രയാക്കണേ അല്ലോ. അങ്ങനെ ദുആ ചെയ്ത പ്രവാചകർ പടച്ചവനെ പാവപ്പെട്ടവനെ പോലെ ഒന്നുമില്ലാതെ എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ട് അവസാനം അവിടത്തെ പടയെങ്കിൽ പോലും പണയമായിരുന്നു. അല്ലാഹുവേ, പടച്ചവനെ, പ്രവാചകന് മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി, അസ്റായീലേ ഒന്ന് പതുക്കെ പിടിക്കൂ. ഇല്ല നബിയേ, എനിക്കറിയില്ല നബിയേ, എനിക്കറിയില്ല നബിയേ. അവിടത്തെ റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുന്നേൽക്കുന്നുണ്ട്, തിരിച്ചു കിടക്കുന്നുണ്ട്. റസൂലുള്ളാഹി എഴുന്നേൽക്കുന്നുണ്ട്, തിരിച്ചു കിടക്കുന്നുണ്ട്. കടന്നു പിടയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തന്റെ ഭർത്താവിന്റെ തല പിടിച്ച് മടിത്തട്ടിൽ വെച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല ആ വെള്ളം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞതെന്തെന്നറിയോ, ഈ വഅദ് കേൾക്കാൻ ഒഴുകിയെത്തിയ പെങ്ങന്മാരെ, റസൂലുള്ളാഹി തന്റെ ഭാര്യയായ ആയിഷ ബീവിയോട് പറഞ്ഞതെന്തെന്നറിയോ, ആയിഷ
ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. എന്തിനാണ് പറഞ്ഞു കൊടുത്തതെന്നറിയോ? ആയിഷ ബീവിക്ക് മക്കളില്ലായിരുന്നു, ആയിഷ ബീവിക്ക് മക്കളില്ലായിരുന്നു, പ്രസവ വേദന അനുഭവിച്ചിട്ടില്ല പെങ്ങളോ. ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാ, തയ്യാറെടുത്തു കൊള്ളണേ ആയിഷ. ഉമ്മ 18 വയസ്സായിരുന്നു ഉമ്മ. റസൂലുള്ളാഹി ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീവിയുടെ പ്രായം 60 അല്ല, 50 അല്ല, 40 അല്ല, 30 അല്ല, 20 അല്ല, 18 വയസ്സായിരുന്നു പൊന്നുമോളെ. 18 വയസ്സുകാരിയോട് പ്രവാചകൻ പറഞ്ഞു, മരണത്തിന് വല്ലാത്ത വേദനയാ. നിനക്കറിയാമല്ലോ ഖുർആനാ പറഞ്ഞത് വേദനയുണ്ടെന്ന്. ഈ സദസ്സിലിരിക്കുന്ന സർവർക്കും എന്ത് വിശ്വാസമില്ലെങ്കിലും വിശ്വാസമുണ്ട് മരണത്തിന് വേദനയുണ്ടെന്ന്. നമ്മൾ ആരും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? അമ്മയാണ് പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞതാരെന്നറിയോ? ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവാണ് പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്നോ. റസൂലുള്ളാഹി കിടന്ന് പുളയുകയാണ്, അല്ലാഹുവേ സഹിക്കാൻ കഴിയാതെ അവിടെ കിടന്ന് പിടയുകയാ. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാ. പടച്ചവനെ, ആ സമയത്താണ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരുന്നത്. ആ സ്വഹാബിയുടെ കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. ആയിഷ ബീവിയുടെ കൂടപ്പിറപ്പാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി, സഹാബിയുടെ കയ്യിലേക്ക് നോക്കി. ആയിഷ ബീവിക്ക് മനസ്സിലായി പ്രവാചകനെ മിസ്വാക്ക് ചെയ്യണമെന്ന്. ആയിഷ ബീവി അടുത്തേക്ക് വിളിച്ചു, മിസ്വാക്ക് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന് പല്ല് തേക്കാൻ കഴിയുന്നില്ലോ, അല്ലാഹുവിന്റെ റസൂലിന് പല്ല് തേക്കാൻ കഴിയുന്നില്ലോ, കൈ ചലിപ്പിക്കാൻ കഴിയുന്നില്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് എടുത്ത് തന്റെ വായ്ക്കകത്ത് വെച്ച് ചവച്ചരക്കുകയാണ്. എന്നിട്ട് ഉമ്മ കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിന്റെ പല്ല് തേച്ച് കൊടുത്തു. നിങ്ങള് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് എല്ലാവരും നിന്ന് കരയുകയാണ്. ആ കാഴ്ച കാണാൻ കഴിയാതെ, ആ കാഴ്ച കാണാൻ കഴിയാതെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ വീടിന്റെ കവാടത്തിൽ തന്റെ വളർത്തുമകൻ ഇങ്ങനെ കിടന്നു വരികയാ. റസൂലുള്ളാഹിന്റെ വളർത്തുമകൻ ഇങ്ങനെ കിടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയൊന്ന് ചലിക്കുകയാ, പ്രവാചകന്റെ കൈയൊന്ന് ചലിക്കുകയാ. ചെറുതായിട്ട് ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. മോനെ, അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുന്നേ, അല്ലാഹു എന്റെ മരണം എളുപ്പമാക്കി തരാ, അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാ, അവനൊന്ന് ദുആ ചെയ്യുമെന്ന് പറഞ്ഞ് ആംഗ്യം കാണിച്ചെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ രാത്രി ഒരുമിച്ച് കൂടിയവരെ ഉറപ്പുണ്ടോ? ലോകത്തിന്റെ നേതാവ് പോലും വേദന സഹിക്കാൻ കഴിയാതെ പിടഞ്ഞു പോയതെങ്കിലോ എന്റെയും നിങ്ങളുടെയും മരണത്തെ കുറിച്ച് എന്തേ ആലോചിക്കാത്തത്? 70,000 മലക്കുകളടങ്ങുന്ന ഒരു സൈന്യം കടന്നു വന്നിട്ട് തല്ലെ ചതയ്ക്കുന്ന ഒരു രംഗമെന്തേ മറന്നു പോകുന്നത്? ഇതാ ബലഗത്തിത്തറാക്കി വകീല മൻറാക്ക് വലന്ന അന്നഹുൽ ഫിറാക്ക് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്. മലക്കുകളെ ചുറ്റുപാടും മുഴുവനും നിന്നിട്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗത്തെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്?
വലിച്ചു പറിക്കുന്ന രംഗത്തെ കുറിച്ചെന്തേ ചിന്തിക്കാത്തത്? ആ വേദന സഹിക്കാൻ കഴിയാതെ കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുമല്ലോ, അതിലൂടെ പതയും നുരയും വരുമല്ലോ, മൃഗങ്ങളെ കിടന്ന് വിളിക്കുന്നത് പോലെ മുക്കറയിടുമല്ലോ. അല്ലാ, നിങ്ങളെ നീ കാക്കണമല്ലോ, നിങ്ങളുടെ മരണവേദന കുറച്ച് തരണമല്ലോ. ആ മരണസമയത്ത് നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റബ്ബേ. പഠിച്ചവരെ, ഞങ്ങളുടെ മരണം നീ എളുപ്പത്തിലാക്കി തരണമല്ലോ. അല്ലാഹു നമ്മുടെ മരണം അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, കണ്ണിന്റെ വ്യഭിചാരം ഹറാം കാണലാ, അന്യ പെണ്ണിന്റെ ശരീരം കാണല്, അന്യ പുരുഷന്റെ ശരീരം കാണല്, അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്ന് കണ്ണുകൊണ്ട് കഥാ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ. അതൊക്കെ ഇന്ന് നിസാരമായ പാപങ്ങളിൽ എണ്ണപ്പെടുന്നതാണല്ലോ. എന്നത് പറഞ്ഞു പാപമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, IMയിലൂടെ, വാട്സപ്പിലൂടെ, മൊബൈലിലൂടെ അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന യുവത്വേ, നിനക്കല്ല തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? നിനക്കല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് നരകത്തിന്റെ കാവൽക്കാരായ മസബാനികത്തിന്റെ മലക്കുകളുണ്ടല്ലോ, നിന്റെ കയ്യങ്കാലം ചങ്ങലയിൽ കെട്ടിയിട്ട് ഈ ഹറാമ കണ്ട കണ്ണുണ്ടല്ലോ, ഈ ഹറാമ കണ്ട കണ്ണുണ്ടല്ലോ, ആ കണ്ണിലേക്ക് നരകത്തിന്റെ ഈയമുരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നാളെ നിങ്ങളുടെ കണ്ണിന്റെ അകത്തേക്ക് ഈയമുരുക്കി ഒഴിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഇന്ന് അന്യ പെണ്ണിനെ കാണുന്നത് പാപമല്ലാതെ കാണുന്ന കാലവാ. അതാ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ ഓടിച്ചു കളയുന്നത് പോലെ ഇങ്ങനെയുള്ള പാവങ്ങളെ ഇന്ന് നിസാരമായി ജനങ്ങൾ കാണുമ്പോ, താടിയുള്ളവനും തടമ്പുള്ളവനും പള്ളിയിലെ ഇമാമാകട്ടെ, പ്രവാചകനാകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ഹിജാബിട്ട് കൊണ്ട് നടക്കുന്നവരാകട്ടെ, ഇന്നെല്ലാവരും ആ പാപം നിസാരമായി കാണുന്നവരാ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്നവരുടെ വീട്ടിൽ TV ഇല്ലാത്ത വീടുണ്ടോ? ഈ സദസ്സിലിരിക്കുന്നവർ, നിങ്ങളുടെ വീട്ടിൽ TV ഇല്ലാത്തവരുണ്ടോ? എല്ലാവരുടെ വീട്ടിലും, അധികം പേരുടെ വീട്ടിലും TV ഉണ്ട്. അതിനകത്തുകൂടെ അന്യ പെണ്ണ് അരപ്പാവാടകിട്ട് ആടുന്നത് കാണുമ്പോ അത് പാവമാണെന്ന് നിനക്കറിയില്ലേ വാപ്പാ? അത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ പെങ്ങള്? നീ ചോദിക്കും, ഉസ്താദന്മാരുടെ വീട്ടിലില്ലേ, ആലിമീങ്ങളുടെ വീട്ടിലില്ലേ, ഹജ്ജ് ചെയ്തവരുടെ വീട്ടിലില്ലേ, ഉംറ ചെയ്തവരുടെ വീട്ടിലില്ലേ? അവരുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് കാണാമെന്നല്ല പൊന്നു പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, അത് നിസാരമായ സീരിയല് കാണുന്ന പെങ്ങന്മാരോട്, സിനിമ കാണുന്ന പെങ്ങന്മാരോട്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന പെണ്ണുങ്ങളോട്, ഉസ്താദേ ഇതൊക്കെ ഒരു പാപമാടോ, ഇതൊക്കെ നിസാരമാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, എടാ, മരിച്ച അന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരു സമുദായമാ. അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും കാണാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു സമുദായത്തിന്റെ അനുയായികളാണ് ഞാനും നിങ്ങളും. എന്റെ പ്രിയമുള്ളവരെ, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത് നിസാരമല്ല, അന്യ പുരുഷന്റെ ഔറത്ത് കാണുന്നത് നിസാരമല്ല. അതിന്റെ ഭവിഷ്യത്ത് എന്തെന്നറിയുവോ? അതിന്റെ ശിക്ഷ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ഒരു മഹാനിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്തുകൂടെ ലബൈക അല്ലാഹുമ്മ ലബൈക ലബൈക ലാ ശരീക ലക ലബൈക. അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം ഒരു മഹാനിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല് പിടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ നിന്ന് കരയുകയാണ്, വല്ലാതെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, ആ ചെറുപ്പക്കാരന്റെ കരച്ചില് വല്ലാത്ത കരച്ചിലാ. അതാ ഈ മഹാനവറുകൾ ആ ചെറുപ്പക്കാരന്റെ കരച്ചില് കാണുമ്പോ അവനെയൊന്ന് ശ്രദ്ധിക്കുകയാണ്. എന്താണ് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ഇഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. കഅബാലയത്തിന്റെ കില്ല് പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഈ
ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ല റബ്ബേ. എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എനിക്ക് വരുത്തല്ല റബ്ബേ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവസാനം തവാഫ് കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, പൊന്നുമോനെ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിന്റെ സഹോദരങ്ങളുടെ ഗതി നിനക്ക് വരുത്തല്ലേ എന്ന് ദുആ ചെയ്യുന്നല്ലോ. എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? എന്താണ് നിന്റെ കൂടപ്പറപ്പുകൾക്ക് സംഭവിച്ചത്? കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. സീരിയൽ കാണുന്ന, സിനിമ കാണുന്ന, വൃത്തികേടുകൾ കാണുന്ന യുവത്വേ, ഈ ചരിത്രം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എഴുതി വെക്കാരാ. മറക്കല്ലേടാ പൊന്നുമോരെ. ഹിജാബിട്ട് കൊണ്ട് കയ്യിലെ തസ്ബീഹും പിടിച്ച് നടക്കുന്ന ഉമ്മ, ഏത് സ്വലാത്തിനാണെങ്കിലും ാണെങ്കിലും മജ്‌ലിസിന്നൂറിനാണെങ്കിലും ഒന്നാമത്തെ സഫിലേക്ക് ഓടി വരുന്ന പെങ്ങളെ, ആ ചെറുപ്പക്കാരൻ പറയുന്ന ചരിത്രം എന്തെന്നറിയോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുത്ത കഥ എന്തെന്നറിയോ? എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ حي على الفلاح. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. എത്ര കൊല്ലമാ വിളിച്ചത്? എത്ര കൊല്ലമാ ബാങ്ക് വിളിച്ചത്? 40 വർഷം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന മുഅദ്ദിനായിരുന്നു. പ്രതിഫലം പറയണോ ചെറുപ്പക്കാരാ? ഏതാ ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പറയണോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഇവിടുത്തെ ഉസ്താദല്ല, ഇവിടുത്തെ സംഘാടകരല്ല, ഇവിടുത്തെ ഹജ്ജും ഉംറയും ചെയ്തവരല്ല. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി ആരെന്നറിയോ? നിങ്ങളിൽ പലരും ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത, മഹത്വം നൽകാത്ത നിങ്ങളുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി ആ മനുഷ്യനാണ്. ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിലും, നമ്മൾ ആദരിച്ചില്ലെങ്കിലും, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു മുഅദ്ദിന്മാരെ മറക്കൂല. അല്ലാഹു മുഅദ്ദിന്മാരെ മറക്കൂല. അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്മാരോട് നിങ്ങളെ ജനങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിലും, നിങ്ങൾക്ക് വലിയ മഹത്വം നൽകിയില്ലെങ്കിലും, അല്ലാഹുവേ നിങ്ങളെ മുക്രി എന്ന് വിളിച്ച ജനങ്ങളെ കളിയാക്കിയാലും നിങ്ങൾ ഭയപ്പെടല്ലേ, നിങ്ങളുടെ മനസ്സ് വേദനിക്കല്ലേ. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ പരലോകത്ത് 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. ആ 2 വിഭാഗത്തിൽ ഒരു വിഭാഗം അസ്സലാത്തു ഖൈറും മിനന്നൗം. എല്ലാവരും തന്റെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ തെറ്റാതെ രാവിലെ എഴുന്നേറ്റ് പള്ളിയുടെ മിനാരത്തിലൂടെ വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ ആ മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 6 കൊല്ലം ബാങ്ക് വിളിച്ചവന്, 12 വർഷം ബാങ്ക് വിളിച്ചവന് ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ച മനുഷ്യനാണ്. അവസാനം മരണസമയം എടുത്തു വന്നപ്പോ അനുജനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ഖുർആനും എടുത്തുകൊണ്ട് വരുവോ, ഖുർആനും എടുത്തുകൊണ്ട് വരുവോ? ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ ഞാൻ വിചാരിച്ചു അല്ലാഹുവേ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കാനായിരിക്കും, ഖുർആൻ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് മരിക്കാനായിരിക്കും. ഞാൻ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് എന്റെ കൂടപ്പുറപ്പിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? കഫർതു ബില്ലാഹി ബിമാ ഉൻസില. എനിക്കിതിൽ
വിശ്വാസമില്ല, എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ വലിച്ചു കീറിയിട്ട് വലിച്ചെറിയുകയാ. എന്നിട്ട് അവസാനം ഒരു കാഫിറായി മരിച്ചുപോയി. ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുന്ന തങ്ങളെ, എന്റെ സഹോദരന്റെ അവസാനം മോശമായിരുന്നു. രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ, അതേ പള്ളിയിലാണ് ബാങ്ക് വിളിച്ചത്. ജ്യേഷ്ഠൻ വിളിച്ച അതേ പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. 10 വർഷമാണ് ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചത്. പക്ഷേ എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെയും ആഖിബത്ത് മോശമായിരുന്നു. കരഞ്ഞുകൊണ്ട് പറയുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളുടെ സഹോദരങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ചെറുപ്പക്കാരാ, കള്ളു കുടിക്കുന്നവരായിരുന്നില്ലോ, വ്യഭിചരിക്കുന്നവരായിരുന്നില്ലോ, പലിശ തിന്നുന്നവരായിരുന്നില്ലോ, നിസ്കരിക്കാത്തവരായിരുന്നില്ലോ, ഖുർആൻ ഓതാത്തവരായിരുന്നില്ലോ, സദഖകൾ കൊടുക്കാത്തവരായിരുന്നില്ലോ, സലാത്ത് പറയാത്തവരായിരുന്നില്ലോ. അല്ലാഹുവേ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരായിരുന്നു. പക്ഷേ രണ്ടുപേർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. നിങ്ങളെ, നിനക്കുള്ള ദുശീലമാ, വാപ്പാ നിനക്കുള്ള ദുശീലമാ. അവർക്ക് രണ്ടുപേർക്കും ഒരു ന്യൂനതയുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. വഹുമാ യംറുറാനി ഔറാദുൻ നിസാ. രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ദുശീലം എന്തെന്നറിയോ? വാപ്പ അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു. നിന്നെ പോലെ നമസ്കരിച്ചിട്ട് വീടിന്റെ അകത്ത് പോയിട്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നിട്ട് ഭാര്യയുടെ കൂടെ ഇരുന്നിട്ട് പരസ്പരം കാണുന്ന വാപ്പ. ഇംഗ്ലീഷ് പടം കാണുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നമസ്കരിച്ചിട്ട് ടിവിയുടെ മുന്നിൽ വന്നിരിക്കുന്ന ഉമ്മമാരെ, നിനക്ക് ആഗ്രഹമില്ലേ? നീ നിസ്കരിക്കുന്നവളാണെങ്കിലും ഖുർആൻ ഓതുന്നവളാണെങ്കിലും സദഖ കൊടുക്കുന്നവളാണെങ്കിലും കയ്യിലെ തസ്ബീഹും പിടിച്ച് ഹിജാബും ഇട്ട് അല്ലാഹുവേ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നടക്കുന്നവളാണെങ്കിലും നിനക്കൊരു നല്ല മരണം കിട്ടുമെന്ന് കരുതല്ലേ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗം കാണേണ്ട കണ്ണാണെന്ന് നീ മറന്നു പോകരുത്. ഈ കണ്ണുകൊണ്ടാണ് നിനക്ക് സ്വർഗം കാണേണ്ടത്. ഈ കണ്ണുകൊണ്ടാണ് നിനക്ക് പടച്ചിറപ്പിനെ കാണേണ്ടത്. ആ ചെറുപ്പക്കാരൻ പറയുകയാ, എന്റെ രണ്ട് സഹോദരങ്ങളുടെ ആഖിബത്ത് മോശമാകാനുള്ള കാരണം അവരന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവരായിരുന്നു. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവിടുന്ന് പറയുന്നു, അന്യ പെണ്ണിന്റെ ശരീരം കാണല് അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അവർക്ക് രണ്ടുപേർക്കും ഒരു ദുശീലം ഉണ്ടായിരുന്നുള്ളൂ. അവർ നിസ്കരിക്കും, ഖുർആൻ ഓതും, നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യും. എന്നിട്ട് നിങ്ങളെ പോലെ വീട്ടിൽ പോയിരുന്ന സമയം കിട്ടുമ്പോൾ സീരിയലൊന്നും കാണത്തില്ല. ഒരു സിനിമയും സീരിയലൊന്നും കാണുന്നവരായിരുന്നില്ല. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ സദസ്സിരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിനിമയും കാണല് തെറ്റാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ട്? ഈ സദസ്സിരിക്കണ ബുദ്ധിയും വിവരമുള്ള ഈമാനുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം ഇത് ഹറാമ, പാപമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും അത് മാറ്റാറുണ്ടോ? എല്ലാവർക്കും അറിയാം അത് പാപമാണ്, എന്നിട്ടും ചെയ്യാ. എന്താ അതിനർത്ഥം എന്നറിയോ? അതിന്റെ അർത്ഥം എന്താ? പിന്നെ അള്ളാഹ് കണ്ട എനിക്ക് ഇവിടെ എന്താ ഇല്ലേ തന്നെ. എല്ലാവർക്കും അറിയാം, നമസ്കരിക്കാൻ പള്ളി വരും, അസറിന് വന്നാൽ ഇശാ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇശാ കഴിഞ്ഞ് പോകും. അതോ പള്ളിയിലെ ഖത്തീബിന്റെ ഫാത്തിഹയ്ക്ക് എവിടെ തെറ്റുണ്ടെന്ന് നോക്കുന്ന ഉപ്പാപ്പായ, ഉസ്താദിന് എവിടെ തെറ്റുണ്ടെന്ന് നോക്കണേ. നാട്ടുകാരുടെ മുഴുവനും കാര്യം നോക്കും, ലോകം മുഴുവനും നന്നാക്കാൻ നടക്കും. എന്നിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ പെണ്ണുമ്പുള്ള കാലിന്റെ മുകളിൽ കാലും വെച്ചിട്ട് അവള് പെറ്റി കിടക്കുക ടിവിയുടെ ഫ്രണ്ടി. എടി ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയും, ഉസ്താദെ സമാധാനം ഇല്ല, ഉസ്താദെ സന്തോഷം ഇല്ല, എത്ര കിട്ടിയിട്ട് എന്താ കഴിയുന്നില്ല, അടിയും വഴക്കും ബഹളവാ, എന്തോ വീട്ടിലെന്തോ കുഴപ്പമുണ്ട്, കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ വീടിന്റെ മൂലയിരിക്കുന്ന ആ ടി വി നീ എന്നിട്ട് എറിഞ്ഞു പൊട്ടിക്കുന്നു, അന്നേ നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തിറങ്ങത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ഏത് പണ്ഡിതന്റെ അടുക്ക വേണമെങ്കിലും, ഈ ലോകത്തുള്ള ഏത് ആരൊക്കെ വേണമെങ്കിലും പോയിട്ട് ഇതൊന്ന് അനുവദനയാക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുക്ക പോയിട്ട് ഇതൊന്ന് ജാഹിസക്കിലാക്കി തരാൻ പറ്റുമോ?
പറ്റൂല. ഇനി അങ്ങനെ ഏതെങ്കിലും ഉസ്താദ് ഫത്വ തന്നാ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, കണ്ണുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചേക്ക്, അന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു സമുദായത്തിന്റെ മയ്യത്ത് പോലും കാണാൻ പാടില്ല. അന്യ പുരുഷന്റെ മയ്യത്ത് പെണ്ണുങ്ങൾ കാണാൻ പാടില്ല, അന്യ പെണ്ണിന്റെ ജനാസ ആണുങ്ങൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സമുദായത്തിന്റെ അനുയായികളാ ഇരുന്ന് കാണുന്നത്. കണ്ടോ, നാളെ നിന്റെ കണ്ണിന്റെ അകത്ത് അല്ലാഹു ഈയമുരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ